ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പുതിനച്ചോറ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കൈപ്പിടി പുതിന നന്നായി കഴുകിയെടുത്ത് ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് തന്നെ അല്പം ഇഞ്ചി കഷ്ണവും അല്പം വെളുത്തുള്ളിയും 2 പച്ചമുളകും 2 ഗ്രാമ്പുവും കറുവപ്പട്ടയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അതേ സമയത്ത് തന്നെ നമ്മൾ ജീരകശാല അരി കുക്കറിൽ കഴുകിയിട്ട് അതിനെ ഒറ്റ വിസിലടിച്ച് ചോറാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് സ്റ്റൗവിലേക്ക് കടായി വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് നിലക്കടലയിട്ട് കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് എന്നിവയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് അല്പം ജീരകം കൂടെ, ചെറിയ ജീരകമാണ്, അതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പ് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് നമ്മൾ അരച്ച് വെച്ച പുതിന കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ അതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് നമ്മൾ മാറ്റി വെച്ച ചോറും കൂടി ഇട്ട് കൊടുത്ത് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ പുതിനച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.